ഈ റോമർ എഴുതിയ ലേഖനത്തിൽ പല പ്രാവശ്യം പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ഡിക്കൈയോസൂനെ. ആ ഡിക്കൈയോസൂനെ എന്ന് പറയുന്ന പദത്തെ പല രീതിയിൽ പല ആളുകളും അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഉടമ്പടി ബന്ധത്തിനകത്ത് അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നതിനെക്കുറിച്ച് N.T. റൈറ്റ് പോലെയുള്ള വലിയ പ്രമുഖന്മാരായ ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളേഴ്സ് പറയുന്നത്, അതിനെ നമ്മൾ വിളിക്കേണ്ടത് റൈച്ചസ്നെസ് എന്നല്ല, കവനന്റൽ ജസ്റ്റിസ് എന്നാണ്. എന്ന് വെച്ചാൽ രണ്ടുപേര് തമ്മിലുണ്ടായ ഉടമ്പടിക്കകത്തുള്ള ന്യായം. അപ്പോൾ ആ ഉടമ്പടിയുടെ ന്യായം അനുസരിച്ച് വേണം നമ്മൾ, ഉടമ്പടിയുടെ നീതി അനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഭാഗമുണ്ട്, ആദ്യം ആ ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവ് പറഞ്ഞു, നമ്മൾ പറഞ്ഞു, രണ്ടുപേരും എഗ്രിയായി, അങ്ങനെ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വിശ്വസയോടെ നമ്മളെ ഭാഗം ചെയ്യണം. അപ്പോൾ കർത്താവ് വിശ്വസയോടെ കർത്താവിൻ്റെ ഭാഗം ചെയ്യും. അങ്ങനെയാണ് ഒരു ഉടമ്പടി ഉണ്ടാവുന്നത്.